ഹലോ നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ദീപു ഇന്ദിരാദേവി. ഈ ചെക്കൊക്കെ വാങ്ങി വെച്ച് കാശ് കടം കൊടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ തീർച്ചയായും ഈ വീഡിയോ കാണുക. തൽക്കാല ആവശ്യം പ്രമാണിച്ച് ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അയൽക്കാരോ ഒക്കെ നമ്മുടെ അടുത്ത് വന്ന് പണം ആവശ്യപ്പെടുന്നു. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന കാശ് എടുത്ത് കൊടുക്കുന്നു. 20,000 രൂപയ്ക്ക് മേലെ നമ്മൾ കാശ് എടുത്ത് കൊടുക്കുന്നു ഡയറക്റ്റായിട്ട്. എന്നിട്ട് പകരം അവരിൽ നിന്ന് ചെക്കൊക്കെ വാങ്ങിച്ചു വെക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മുമ്പൊക്കെ നമ്മൾ ചെക്ക് കേസൊക്കെ കോടതി മുമ്പാകെ ഫയൽ ചെയ്ത് അതിനകത്തുനിന്ന് കാശ് തിരികെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ചെക്ക് കൊണ്ട് ബാങ്കിൽ കൊടുത്ത് പ്രസൻറ്റ് ചെയ്ത് ചെക്ക് ബൗൺസായി വരും. അതിനുശേഷം വക്കീൽ നോട്ടീസൊക്കെ അയച്ച് നമ്മൾ കോടതി മുമ്പാകെ 138 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പ്രകാരം കേസൊക്കെ ഫയൽ ചെയ്ത് ആ കേസിൻ്റെ പ്രൊസീഡിങ്സൊക്കെ ഫോളോ ചെയ്ത് അവസാനം നമുക്ക് അനുകൂലമായി പല വിധികളും കിട്ടാറുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ അതങ്ങനല്ല. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 269 പ്രകാരം 20,000 രൂപയ്ക്ക് മേലെ നമ്മൾ ഒരിക്കലും കാശായിട്ട് ആർക്കും കടം കൊടുക്കരുത്. കാശായിട്ട് കടം കൊടുക്കരുത് എന്നാണ് ഈ 25/7/2025 ഹൈക്കോർട്ടിൻ്റെ ഒരു പുതിയ ഡിസിഷൻ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലൊക്കെ കാശ് കടം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ലീഗലി എൻഫോഴ്സിബിൾ ഡെറ്റ് അല്ല. കാരണം വെച്ചാൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ശരിയായൊരു രീതിയല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനി ചെക്ക് കേസൊക്കെ കൊടുക്കുമ്പം ഇതാണ് 5 ലക്ഷവും 20,000 രൂപയ്ക്ക് മേളിൽ വരുന്ന ഏത് തുകയായാലും 1, 2, 3, 4 എത്ര ലക്ഷമായാലും കേസൊക്കെ ഫയൽ ചെയ്ത് ഇനി കാശൊക്കെ ഈടാക്കി കിട്ടാം എന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും ഇനി മുതൽ വേണ്ട. അല്ലാതെ ഇപ്പം ഡയറക്റ്റ് കൊടുക്കാതെ ബാങ്ക് വഴി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കേസൊന്നും ഫയൽ ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. ഇത്തരം ഒരു കോടതിയുടെ ഡിസിഷൻ വന്നിരിക്കുന്നതിന് മുൻകാല പ്രാബല്യം ഒന്നുമില്ല. അതായത് ഇപ്പം നിലവിലുള്ള കേസുകളുണ്ടല്ലോ, വിചാരണയ്ക്കൊക്കെ ഇരിക്കുന്ന കേസുകളെയൊന്നും ഇത് ബാധകമല്ല. പക്ഷേ ഇനി നിങ്ങൾ പുതിയതായിട്ട് ചെക്ക് കൊണ്ട് പ്രസൻറ്റ് ചെയ്ത് ബൗൺസാക്കി നോട്ടീസ് അയച്ച് കേസൊക്കെ ഫയൽ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി മുതൽ കാശൊക്കെ കടം കൊടുക്കുമ്പോഴത്തേക്ക് ത്രൂ ബാങ്ക് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ പലപ്പോഴും ഇതൊരു ചെക്കിൻ്റെ കാര്യം മാത്രമല്ല, പലപ്പോഴും ഇനി ഏത് രീതിയിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയാലും, ഇപ്പം പ്രോമിസറി നോട്ടായാലും ചെക്കായാലും ഇപ്പം വിലയാധാര കരാറൊക്കെ വരുമ്പോൾ അഡ്വാൻസ് എമൗണ്ട് എന്ത് ആയാലും 20,000 രൂപയ്ക്ക് മേലെ ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉചിതം.